ഹായ് ഹലോ, എല്ലാവരും സുഖമാണോ? എല്ലാവരും എന്ത് ചെയ്യുകയാണ്? ഞാൻ ഇന്ന് എൻ്റെ സലൂൺ ക്ലീനിങ് വർക്കൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ദിവസം എങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്താലും അത് തിരിച്ച് നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അഴുക്കുണ്ടായിരിക്കും. ഞാൻ എന്നും ക്ലീൻ ചെയ്യുമ്പോഴെല്ലാം രാവിലെ ആകുമ്പം എല്ലാം ഒന്ന് കണ്ണോടിച്ച് നോക്കും. എവിടേക്കാണ് ഡസ്റ്റ് ഇരിക്കുന്നത്, എവിടേക്കാണ് ഒട്ടറിരിക്കുന്നതൊക്കെ നോക്കും. എന്നാലും ചില സമയത്ത് നമ്മൾ അറിയാതെ തന്നെ എവിടെയെങ്കിലുമൊക്കെ അടിഞ്ഞു കൂടിയിരിക്കും. ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. പഴയ കാലത്ത് അമ്മൂമ്മമാരൊക്കെ പറയാറുണ്ട്, 90 ദിവസത്തിനകം ഓരോ തിങ്സും ഇങ്ങനെ കുറച്ച് മാറ്റി വയ്ക്കണം, ഇല്ലെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യം വരുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൽ വിശ്വാസമില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, നമ്മൾ ഒരു മാസത്തിൽ കഴിഞ്ഞ് ഇങ്ങനെ നീക്കി വയ്ക്കുമ്പോൾ ആ ബാക്ക് സൈഡിൽ ആ ഈ ടേബിളിൻ്റെ അടിയിലൊക്കെ ഒരുപാട് ഒട്ടറൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ കാരണം കൊണ്ടാണ് പഴയ മുന്നാളുള്ള അമ്മൂമ്മമാരൊക്കെ നമുക്കിതൊക്കെ പറഞ്ഞു തന്നത്. പഴയ കാലത്തിലെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞതൊക്കെ ഏകദേശം സത്യമാണ്. അവർ പറയുന്നതൊക്കെ ഇപ്പോൾ ആര് ഫോളോ ചെയ്യുന്നല്ലേ? ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പറയും അന്ധവിശ്വാസമാണ്. സത്യത്തിൽ അത് അന്ധവിശ്വാസം തന്നെയാണ്. കാരണം നമ്മൾ വീട്ടിലൊക്കെ വന്ന് 6 മണി കഴിഞ്ഞാൽ നെയിലൊക്കെ കട്ട് ചെയ്യരുത്, തല ചെയ്യാൻ പാടില്ല, മുടി അഴിച്ചിടാൻ പാടില്ലെന്നൊക്കെ അമ്മൂമ്മമാർ പഴയ കാലത്ത് പറയും. പക്ഷെ അതെന്താണെന്ന് ആരെങ്കിലും ഊഹിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം. പണ്ടൊക്കെ വന്ന് ലൈറ്റൊന്നുമില്ല, മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ജീവിച്ചിരുന്നത്. അപ്പം 6 മണി കഴിയുമ്പോൾ ഭയങ്കര ഇരുട്ടായിരിക്കും. അപ്പോൾ ആഹാരമൊക്കെ കഴിക്കുമ്പം നമ്മൾ നഖം വെട്ടിയാലോ നമ്മളെ മുടി ചീകിയാലോ ആ ആഹാരത്തിലൂടെ നമ്മളെ വയറ്റിൽ പോവുകയും നമുക്ക് അസുഖം വരികയും അത് കാരണം നമ്മൾ ഹോസ്പിറ്റലിലും പോകേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വരും. അപ്പോൾ അത് ദരിദ്രമാണെന്ന് പറയും. അതാണ് സത്യം. കാരണം ഹോസ്പിറ്റലിൽ പോയാൽ നമ്മളെ വീട്ടിലിരിക്കുന്ന കാശൊക്കെ ചിലവഴിക്കണം, നമ്മൾ കഷ്ടപ്പെടണം, നമുക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം ആ അമ്മൂമ്മമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമല്ലേ? അപ്പം നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് നോക്കി, അതൊക്കെ സത്യം തന്നെയാണ്. അപ്പം അത് മാത്രമല്ല, നമ്മളെ വീട്ടിൽ വന്ന് നമ്മുടെ പാർലറിൽ വന്ന് നമുക്ക് എന്തെങ്കിലും കസ്റ്റമറൊക്കെ വരുമ്പം ഇങ്ങനെ ഒരുപാട് അഴുക്ക് അങ്ങനെയൊക്കെ കിടക്കുമ്പം അതൊക്കെ അവർക്ക് ഒരുപാട് ഇറിറ്റേറ്റിങ് കൊടുക്കും. നമ്മളെ ബ്യൂട്ടി പാർലർ എന്തിനാണ് കസ്റ്റമർ വരുന്നത്? കുറച്ച് റിലാക്സ് ചെയ്യാനൊക്കെ ഒക്കെയാണ് വരുന്നത്. അപ്പം നീറ്റായിട്ട് ഇരുന്നാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ 1-2 ബ്യൂട്ടി പാർലറിലൊക്കെ ഇതിനൊക്കെ മുമ്പൊക്കെ പോയി പെഡിക്യൂറൊക്കെ ചെയ്യാൻ പോകുമ്പം കണ്ടിട്ടുണ്ട്. ആ വാഷ് ബേസിനൊക്കെ വന്ന് വളരെ അഴുക്കായിട്ട് കിടക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് ഹൈജീനിക്കായിരിക്കാൻ വേണ്ടിയും നമ്മൾ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മളെ കാല് അവിടെ കൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ തിരിച്ചു വരുമ്പം ആ അഴുക്കെല്ലാം കൂടെ നമ്മളെ കാലിലായി നമുക്ക് ചൊറിച്ചിലും ബഹളമൊക്കെ ആവും. അതുകൊണ്ട് എപ്പോഴും ബ്യൂട്ടി പാർലർ നടത്തുന്നവരായാൽ അത് എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുക. എത്ര പണിയുണ്ടെങ്കിലും ഈ ഓരോ ആളുകൾ വരുന്ന ആ സ്ഥലം, നമ്മൾ യൂസ് ചെയ്യുന്ന ആ തിങ്സുകളെല്ലാം നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് നന്നായിട്ട് തുടച്ച് നല്ല അലൂമിനിയം ബോയിലിംഗ് പേപ്പറിൽ വെച്ച് മടക്കി സൂക്ഷിച്ചൊക്കെ വെക്കുക. കാരണം എല്ലാ കാര്യത്തിനും ഹൈജീനിക്ക് വളരെ അത്യാവശ്യമാണ്. ഹൈജീനിക്ക് ഓവറായിക്കൂടാ എന്നൊക്കെ പറയാറുണ്ട്. ഓവറാവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഹൈജീനിക്കായി ഇട്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ എനിക്ക് കുറച്ച് ഹൈജീനിക്ക് ഓവറായത് കൊണ്ടാണല്ലോ എനിക്കെല്ലാ പ്രശ്നവും. കാരണം ഞാൻ എൻ്റെ അസുഖത്തിൻ്റെ കാര്യം പറയുകയാണേ. ശരി, ആ ഡീറ്റെയിൽ ഞാൻ പിന്നീട് എന്താണെന്ന് പറയാം. കാരണം എൻ്റെ അടുത്ത് എല്ലാവരും പറയും, നിങ്ങൾ ഹൈജീനിക്കായിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്കൊരു മാനസിക പ്രശ്നമാണെന്ന്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ വൃത്തിയായിട്ടിരിക്കുന്നത് എങ്ങനെയാണ് മാനസിക പ്രശ്നത്തിൻ്റെ കൂട്ടിൽ കൂട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞില്ല. വൃത്തിയായിട്ടിരിക്കുന്നത് ഒരു തെറ്റാണോ? എനിക്കങ്ങനെ തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ കൊച്ചുകുട്ടികളായാലും വലിയവർക്കായാലും ഞങ്ങൾ എപ്പോഴും ചുമ്മാ കൊണ്ടുപോയി ഹോസ്പിറ്റലിലൊന്നും പനി പിടിച്ചോ ഇല്ല ജലദോഷം പിടിച്ചോ അങ്ങനെയായി ഇങ്ങനെയാണെന്നൊന്നും ഹോസ്പിറ്റലിലൊന്നും അടുത്തടുത്തൊന്നും പോകാറൊന്നും ഇല്ല. കാരണം ചെറിയ നമ്മൾക്ക് ബോഡിയിൽ വന്ന് ഇമ്മ്യൂണിറ്റി പവർ അത്യാവശ്യമാണ്. പിന്നെ ഇയർക്കയായിട്ട് പാരമ്പര്യമായിട്ടും ചില അസുഖങ്ങളൊക്കെ നമുക്ക് വരികയാണെങ്കിൽ അതൊന്നും നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ തലയിലെഴുത്താണെന്ന്
പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് തന്നെ. അതാണ് എനിക്ക് ആട്ടോ ഇമ്യൂൺ ഡിഷസ് ആയതുകൊണ്ട് എല്ലാവരും പറയും നിങ്ങൾക്ക് ഹൈജീനിക് ഓവർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അസുഖം വന്നത്. അങ്ങനെയൊന്നുമില്ല. ആട്ടോ ഇമ്യൂൺ ഡിഷസ് വന്ന് പാരമ്പര്യമായിട്ട് കൂടെ വന്നിരിക്കാം. പാരമ്പര്യമായിട്ടൊന്നും വരുന്നതാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എന്താണെന്ന് എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഞാൻ പുറത്തുനിന്ന് വരുന്നവർ ബ്യൂട്ടി പാർലറിലോട്ട്